ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? സാർ കേൾക്കുന്നുണ്ട്. സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ. മൈക്കിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് മോഡലിലെ സ്റ്റാർട്ടിംഗ് പോർഷൻ ആയിരുന്നു. എന്തായിരുന്നു? റിവ്യൂ ഓഫ് മെട്രിക്സ് തിയറി ആയിരുന്നു അല്ലേ? വി ഡിസ്കസ്ഡ് ടോപ്ലിറ്റ്സ് മെട്രിക്സ്, സർക്കുലർ മെട്രിക്സ് ആൻഡ് ബ്ലോക്ക് മെട്രിക്സ്. ഓക്കെ, അത്രയായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ? അതിൽ ഹൗ ക്യാൻ ബി റെപ്രസെൻ്റ് എ മെട്രിക്സ് ആസ് എ കോളം വെക്റ്റർ ആൻഡ് ഹൗ ക്യാൻ ബി റെപ്രസെൻ്റ് ആസ് എ മെട്രിക്സ് ആസ് എ റോ വെക്റ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവല്യൂഷനാണ് കേട്ടോ. 2D കൺവല്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ DSPയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നൽസിലും യു ലേൺ ഹൗ ടു ഡു കൺവല്യൂഷൻ ഓഫ് 2 സിഗ്നൽസ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജിൻ്റെ കൺവല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജിൻ്റെ കൺവല്യൂഷൻ ആകുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു കൺവല്യൂട്ട് 2 മെട്രിസസ് അല്ലേ? അങ്ങനെ ആയിരിക്കും നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു പെർഫോം കൺവല്യൂഷൻ. അപ്പോൾ അതിൽ എങ്ങനെയാണ് കൺവല്യൂഷൻ ചെയ്യുക നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മളീ പഠിച്ച ടോപ്പിക്സ് മെട്രിക്സ് ആസ് വെൽ ആസ് എന്താണ് സർക്കുലർ മെട്രിക്സ്, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഈ 2D കൺവല്യൂഷനാണ്. മെയിനായിട്ട് വരുന്നത് 2D കൺവല്യൂഷനിലാണ്. അപ്പോൾ നോക്കൂ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ലീനിയർ കൺവല്യൂഷൻ അല്ലേ? വി ആർ ഗോയിങ് ടു ലേൺ ലീനിയർ കൺവല്യൂഷൻ. ഓക്കെ, അപ്പം 2D ലീനിയർ കൺവല്യൂഷൻ അതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് 2D ലീനിയർ കൺവല്യൂഷൻ. അപ്പോൾ അതിന് നമുക്ക് 2 മെട്രിസസ് തരും അല്ലേ? സപ്പോസ് എക്സ് ഓഫ് എൻ, നമ്മളതിന് സ്റ്റെപ്സാണ് നോക്കുന്നത്. എക്സ് ഓഫ് എം എൻ, അതുപോലെ തന്നെ ആൻഡ് എന്താണ് എച്ച് ഓഫ് എം എൻ. ദീസ് ആർ ദ 2 മെട്രിക്സസ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു മേക്ക് ബ്ലോക്ക് മെട്രിസസ് ഉണ്ടാക്കും. ഓക്കെ, ബ്ലോക്ക് മെട്രിസസ് ഉണ്ട്. എന്താ ബ്ലോക്ക് മെട്രിസസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ ബ്ലോക്ക് മെട്രിസസ്? എന്താണ് പറ? മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സിനും വേറൊരു മെട്രിക്സ്. അതെ, മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റും മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കും. അപ്പോൾ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 2 മെട്രിക്സസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 2 മെട്രിക്സിനെ നമ്മൾ ആദ്യം തന്നെ ഒരു റീഅറേഞ്ച് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അതിലെത്തി ഇപ്പം സപ്പോസ് നമ്മൾ എക്സ് ഓഫ് എം എൻ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിക്കുക. ഓക്കെ, എക്സ് ഓഫ് എം എൻ ആണ് നിങ്ങൾ എടുക്കുന്നത്. നമ്മൾ ഒരു മെട്രിക്സ്, ഇതിൻ്റെ അകത്ത് ഒരു മെട്രിക്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പം ലീനിയർ കൺവല്യൂഷൻ സിഗ്നൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇഫ് L1 is the length of our first sequence and L2 is the length of our second sequence, what will be the output sequence, length of output sequence എന്തായിരിക്കും? നമുക്കറിയാം എന്താണ് L1 plus L2 മൈനസ് 1 ആയിരിക്കും. സിമിലർലി ഇപ്പം നമ്മൾ എന്താ പറയുക, ഒന്നാമത്തെ മെട്രിക്സ്, ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ് M1 ഇൻറ്റു M2 ആണെന്ന് വിചാരിക്കും സൈസ്, അതായത് M1 ഇൻറ്റു M2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താ N1 ഇൻറ്റു N2 ആണെന്ന്. N1 ബൈ N2 ആണ് നമ്മൾ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സൈസ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ മെട്രിക്സിൻ്റെ കൺവല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് M1 പ്ലസ് M2 മൈനസ് 1 ഇൻറ്റു എന്താണ് സോറി, ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
ഇത് M1 ഇൻറ്റു N1 ആണ് കേട്ടോ. M1 ഇൻറ്റു N1. ഇത് M1 N1 M1 ഓക്കെ. ദെൻ M1 N1. ഇതതുപോലെ M2 N2. ഓക്കെ. ഇതാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? M1 പ്ലസ് M2 മൈനസ് 1 ബൈ N1 പ്ലസ് N2 മൈനസ് 1. ഇതായിരിക്കും നമ്മളെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ സൈസ് ഓഫ് ദ റിസൾട്ടന്റ് മെട്രിക്സ്. അപ്പോൾ ഇതാദ്യം നമ്മൾ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്പർ ഓഫ് സീറോസ് നമ്മൾ ആദ്യം അപ്പൻഡ് ചെയ്യണം. ഓക്കെ, നമ്പർ ഓഫ് സീറോസ് അപ്പൻഡ് ചെയ്യണം. സപ്പോസ് നമ്മൾ എക്സ് ഓഫ് എം എൻ ആണ് എടുക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഓഫ് എം എൻ എന്ന് നമ്മൾ H0 എന്ന് പറയുന്നത്, നിങ്ങളിത് ആദ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഞാൻ സ്റ്റെപ്സ് എന്ന് പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇത് രണ്ടും കൺവല്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സൈസ് ഇത്ര ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എക്സ് ഓഫ് എം എൻ എന്ത് ചെയ്യുക? നമ്മൾ അതായത് എക്സ് ഓഫ് എം എൻ എന്താണ്? കൺവല്യൂഷൻ എച്ച് ഓഫ് എം എൻ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ഓഫ് എം എൻ എടുക്കും. എക്സ് ഓഫ് എം എൻ എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു മെട്രിക്സ് ഉണ്ടാക്കണം അല്ലേ? H0 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, H0 എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സീറോസ് പാഡ് ചെയ്യണം. അപ്പം സീറോസ് പാഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എത്ര കോളംസ് ഉണ്ടോ, എച്ച് ഓഫ് എം എന്നിൽ എത്ര കോളംസ് ഉണ്ടോ അത് -1. അതായത് ഇതിൽ പാഡ് ചെയ്യേണ്ട സീറോസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് അപ്പൻഡഡ് ടു H0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് എച്ച് ഓഫ് എം എൻ -1 ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ റോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു റോ എടുത്തിട്ട് നമ്മളത് കോളാക്കി എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യാം? മറ്റേ എൻഡിൽ ആ കോളത്തിൽ തന്നെ ഒരെൻഡിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ കോളം എത്രയാണോ, എച്ച് ഓഫ് എമ്മിൻ്റെ കോളം എത്രയാണോ -1 നമ്പർ ഓഫ് സീറോസ് പാഡ് ചെയ്യും. അങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചാൽ രണ്ടാമത്തെ റോ എടുക്കും. എക്സ് ഓഫ് എമ്മിൻ്റെ അടുത്ത റോ എടുക്കും. അടുത്ത റോയിൽ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? H1 എടുത്തിട്ട് H1 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഓക്കെ, സപ്പോസ് ഇപ്പം എക്സ് ഓഫ് എമ്മിൽ നമ്മൾ ഇതാണെന്ന് വിചാരിക്കും. അപ്പം ഇതാണ് മെട്രിക്സ് 4, 5, 6, 7. ഓക്കെ, എച്ച് ഓഫ് എം എൻ്റെ ഇതാണ് എക്സ് ഓഫ് എം എൻ. ഓക്കെ, ഇതാണ് എക്സ്, H 7, 8, 3, 4 ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എക്സ് ഓഫ് എം എന്നിൻ്റെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്നുള്ള ആദ്യത്തെ റോ എടുക്കും. ഓക്കെ, ഈ റോ എടുത്തു. ആ റോനെ നമ്മൾ കോളം വൈസ് എഴുതി. ഓക്കെ, റോനെ കോളം വൈസ് നമ്മൾ എഴുതി. ഓക്കെ, ഇങ്ങനെ 4, 5 എന്ന് എഴുതി. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലെത്ര കോളംസ് ഉണ്ടെന്ന് നോക്കാം. എച്ച് ഓഫ് എം എന്നിൽ എത്ര കോളംസ് ഉണ്ട്? എത്ര കോളംസ് ഉണ്ട് പറ? 2 കോളം. അപ്പം 2 - 1 1 0 എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ പാഡ് ചെയ്ത് കൊടുക്കുക. 0 പാഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, സർക്കുലർ ഷിഫ്റ്റ് ചെയ്യാം. മനസ്സിലായോ? സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 0, 4, 5 ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി ഇതേപോലെ H1 എന്ത് ചെയ്യുക? നിങ്ങൾ ഉണ്ടാക്കുക. H1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത റോ എടുത്തു, 6, 7 എന്നുള്ള റോ എടുത്തു. അതിനെ കോളം വെച്ച് എഴുതി. സിമിലർലി നമ്മൾ എന്ത് ചെയ്തു? എത്ര സീറോസ് പാഡ് ചെയ്യും? നമ്പർ ഓഫ് കോളംസ് ഓഫ് എച്ച് ഓഫ് എം എൻ -1 അത്രയും നമ്പർ ഓഫ് സീറോസ് പാഡ് 0. ഇനി ഇതേപോലെ 0, 6, 7. അപ്പം H0 H1 എന്നിട്ട് നമ്മൾ വേറെ 2 മെട്രിക്സസ് ഉണ്ടാക്കി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത്. ഈ 2 H0 H1 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യല്? ഇനി ഒരു ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കും. ഞാൻ A എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കും. അപ്പോൾ ആ Aയിലും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം.
എ എന്ന് പറഞ്ഞ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കും. ആ ബ്ലോക്ക് മെട്രിക്സിൽ എന്തുണ്ടാക്കണം? ഓക്കെ, ഇതേപോലെ സീറോസ് പാഡായിട്ട് എഴുതണം. അതായത് സീറോസ് പാഡായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അതായത് അതിൽ ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് H0 ആയിരിക്കും കേട്ടോ. ഒരു സെക്കൻഡ്. ഒന്നാമത്തെ എലമെൻറ്റ് H0, പിന്നെ H1, വീണ്ടും അഗെയിൻ 0, 0, H0, H1. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മെട്രിക്സസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മെട്രിക്സ് എടുക്കുക, H. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കോളം വെക്ടർ ആക്കിയിട്ട് എഴുതുക. അതായത് 7, 8, 3, 4 അല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? 7, 8, 3, 4 എന്ന് എഴുതുക. ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും കൺവല്യൂഷൻ. അപ്പോൾ പ്രോബ്ലമായിട്ട് നമുക്ക് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി. ഞാനത് വെറുതെ എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഈ H0 എന്ന് പറഞ്ഞിടത്ത് ഇവിടെ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. H1 എന്നുള്ളിടക്ക് എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേം, അപ്പം ഇതിലിപ്പം 2 ഉം 2 ഉള്ളൂ അല്ലേ? അപ്പോൾ ടോട്ടൽ സൈസ് എത്രയായിരിക്കും? നമ്മളെ ഇത് 2/2, രണ്ടാമത്തെയും 2/2 ഉള്ളു. അപ്പോൾ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ടിന് കിട്ടുന്ന സൈസ് എത്രയായിരിക്കും മെട്രിക്സിൻ്റെ? എത്രയായിരിക്കും? 9 എലമെന്റ്സ്. ആ മെട്രിക്സിന്റെ സൈസ് എങ്ങനെ നമ്മൾ പറയാം? 2 + 2 - 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കും കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എഴുതാം. പ്രോബ്ലം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ സ്റ്റെപ്സ് ആലോചിക്കണം. ഒന്നാമത്തത് നമ്മൾ ഉണ്ടാക്കേണ്ടത് H0, H1, H2 എന്ന് പറഞ്ഞ് നമ്മൾ എന്തുണ്ടാക്കണം? മെട്രിസസ് ഉണ്ടാക്കണം അല്ലേ? ആ മെട്രിസസ് ഉണ്ടാക്കുമ്പം അതിൽ സീറോസ് അപ്പൻഡ് ചെയ്യണം. സീറോസ് അപ്പൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് H(m(n - 1) സീറോസ് അപ്പൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? H0 ഉണ്ടാക്കാം. പിന്നെ അതിനെന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, H0, H1 നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബ്ലോക്ക് മെട്രിക്സിലും സീറോസ് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സീറോസ് അപ്പൻഡ്. ആ സീറോസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് കോളംസ് അപ്പൻഡ് ഇൻ നമ്പർ ഓഫ് കോളംസ് ഓഫ് H(m(n - 1) ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക ചെയ്യുന്ന സമയത്ത് കേട്ടോ. സോറി, നമ്പർ ഓഫ് കോളംസ് അല്ല, ആദ്യത്തേൽ നമ്പർ ഓഫ് കോളംസ്, രണ്ടാമത്തേൽ ഈ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സീറോസ് അപ്പൻഡ് ചെയ്യുന്നത് എന്തായിരിക്കണം? നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. ഒന്നാമത്തേൽ നമ്മൾ ആദ്യം H0, H1 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാഡ് ചെയ്യുന്ന സീറോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് H(m(n - 1)ഉം, ഇവിടെ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാഡ് ചെയ്യുന്ന സീറോസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഓഫ് H(m) കേട്ടോ. നിങ്ങളിനി ഇതിന് പകരം നിങ്ങൾ റോസ് കൺസിഡർ ചെയ്യുന്നത് H(m)ൻ്റെ ആണെങ്കിൽ നേരത്തെ തിരിച്ചെടുക്കേണ്ടി വരും. റോസ് ഓഫ്, നോട്ട് ചെയ്ത് വെക്കുക, H(m(n - 1). ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അഭിജിത്ത് ക്ലിയർ അല്ലേ? ഓക്കെ. സൗമ്യ മനസ്സിലാകുന്നില്ലേ? ഡൗട്ട് ഉണ്ടെന്നെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തിരിയും കേട്ടോ. പാർവതി, അരുൺ മനസ്സിലാകുന്നുണ്ടോ? ഹർഷ, ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ. എഴുതിക്കോളൂ. പെർഫോം ലീനിയർ കൺവല്യൂഷൻ of two matrices. Perform linear convolution of two matrices. X(m(n) എഴുതുക. 1, 2, 3, 4 രണ്ട് റോ ആണ്. 2 റോ 2 കോളം 2/2 മെട്രിക്സ് ആണ്. X(m(n) എന്ന് പറഞ്ഞാൽ X(m(n) 1, 2, 3, 4. ഓക്കെ, ഇനി H(m(n) എന്ന് പറയുന്നത്
5, 6, 7, 8. H of M. 5, 6, 7, 8. So these are the matrices and we need to do 2D linear convolution. അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് H0, H1 എന്ന് പറയുന്ന നമ്പർ ഓഫ് മെട്രിസസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അപ്പോൾ എത്ര ശരിക്കും ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ റോസിനനുസരിച്ചിരിക്കണം നമ്മൾ H0, H1 എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് ഉണ്ടാക്കേണ്ടത്. അതെപ്പോഴും ആലോചിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്ത് ഈ മെട്രിക്സ് എടുത്തു, എക്സ് ഓഫ് എം എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു. അതിൻ്റെ റോ മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മാറ്റി എഴുതി അല്ലേ? ഈ മെട്രിക്സ് എടുക്കുക, ഈ മെട്രിക്സിൻ്റെ എന്ത് ചെയ്യുക? റോ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റോ എന്ന് പറഞ്ഞാൽ 1, 2 ആണ് അല്ലേ? 1, 2 എന്ന് പറഞ്ഞ റോ നമ്മൾ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇതിൻ്റെ സൈസ് എത്രയായിരിക്കും? ടോട്ടൽ ഔട്ട്പുട്ട് റിസൾട്ടൻ മെട്രിക്സിൻ്റെ സൈസ് എത്രയായിരിക്കും? ഇത് 2/2 ആണല്ലേ? ഇതും 2/2. എത്രയായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും. 3/3 മെട്രിക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ H0 ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇതിൻ്റെ റോ എഴുതി, 1 കോളം വൈസ് ആയിട്ട് എഴുതി. ഇനി വി നീഡ് ടു അപ്പൻ സീറോസ്. എത്ര സീറോസ് ആഡ് ചെയ്യണം? എത്ര സീറോസ് ആഡ് ചെയ്യണം? ഹൗ മെനി സീറോസ് ആർ ടു ബി ആഡഡ്? ഒരു സീറോ അല്ലേ? ഇവിടെയുള്ള കോളംസ് നോക്കുക, എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കാം. ആ 2 കോളംസ് ഉള്ളു, അപ്പോൾ 2 കോളംസ് അല്ലേ? അപ്പോൾ 2 - 1 സീറോ ഷുഡ് ബി പാഡഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സീറോ നമ്മൾ പാഡ് ചെയ്തു, അപ്പം റോ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതിനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതും അല്ലേ? ഇതിനൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത കോളം ഉണ്ടാക്കുക, H0ൻ്റെ അടുത്ത കോളം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 0, 1, 2. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പറ, അടുത്ത സ്റ്റെപ്പ് എന്താ? H1 ഉണ്ടാക്കണം അല്ലേ? വി നീഡ് ടു കൺസ്ട്രക്ട് ദ മെട്രിക്സ് H1. അപ്പം മെട്രിക്സ് H1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എക്സ് ഓഫ് എം എന്നിൽ തന്നെ മാറിപ്പോകാൻ പാടില്ല. നമ്മൾ H of M തൊടുന്നില്ല, ഇവിടെ എക്സ് ഓഫ് എം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയുള്ള അടുത്ത റോ എടുത്തു. അടുത്ത റോ എന്താണ്? പറ, എന്താണ്? 3, 4, 0 അല്ലേ? അടുത്ത വീണ്ടും അതിന് എന്തെന്ന് ഒന്ന് സർക്കിൾ ചെയ്തു, 0, 3, 4 ആണ്. അപ്പോൾ we created 2 matrices അല്ലേ? H0 and H1, and now we are going to construct a block matrix. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം? A എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തു. സോ A is our block matrix. അപ്പോൾ എന്ത് ചെയ്യാം? A എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞേ, H0, H1 അല്ലേ? എത്ര സീറോസ് പാഡ് ചെയ്യണം? ഹൗ മെനി സീറോസ് ആർ ടു ബി പാഡഡ് ഹിയർ? സീറോസ് എന്ന് പാഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സീറോസ് പാഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് അത്രയും നമ്പർ ഓഫ്, ഇപ്പോൾ H0ൻ്റെ ഇതെത്ര സൈസ് എത്രയാണ്? H0ൻ്റെ സൈസ് എത്രയാണ്? 3/2 അല്ല? 3/2 മെട്രിക്സ് ആണ്. H1ൻ്റെ സൈസും 3/2 ആണ് അല്ലേ? അപ്പം ഇവിടെ H0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ എഴുതുക എന്താണ്? ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും. സിമിലർലി ഇവിടെ H1ലും നമ്മൾ എന്താ എഴുതുക? ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പം ഒരു സീറോ ഇതിനൂടെ പാഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3/2 സൈസിലുള്ള ഒരു മെട്രിക്സ് പാഡ് ചെയ്യണം. ഒരു മെട്രിക്സ് പാഡ് ചെയ്യണം, അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇവിടെ H0 എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് 3/2 ആണ് അല്ലേ? ഇവിടെ 3/2 ആണ്, 3/2 മെട്രിക്സ്. ഇവിടെയും 3/2 മെട്രിക്സ്. ഇവിടെ നമ്മൾ 0 പാഡ് ചെയ്യും. ആ 0 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആയിരിക്കും വിത്ത് സൈസ് ഓഫ് 3/2. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. എന്ത് ചെയ്തു? 0, H0, H1. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞ ബ്ലോക്ക് മെട്രിക്സ് ആയി നമുക്ക്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ സൗമ്യ? മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ H0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
എ എ എച്ച് സീറോൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഈസ് ഈക്വൽ ടു എന്നിട്ട് എഴുതുക. എന്താ കിട്ടിയാണ് വലിയ മെട്രിക്സ് ആണ്, ശ്രദ്ധിച്ച് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, എച്ച് സീറോയിൽ എന്താ ഉള്ളത്? 1 0 2 1 0 2 അല്ലേ. H1 എന്താ ഉള്ളത്? 3 0 4 3 0 4. ഇനി അടുത്തതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3/2 മെട്രിക്സ്, മൊത്തം 0 ഉള്ള 3/2 മെട്രിക്സ് ഇവിടെ പാരൻസ് സ്ഥലവിൽ എഴുതും. ഞാൻ കൂടെ എഴുതാം. എത്ര നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ 0 0 0 0 0 0. ഇനി അതേ 0ന് ഇവിടെ നമ്മൾ പാടാം 0 0 0 0 0 0. അഗെയിൻ എന്താണ് H0 H1 അല്ല. H0 എന്ന് പറഞ്ഞാൽ എന്താ, ശ്രദ്ധിച്ചെഴുതുക കേട്ടോ. 1 0 2 1. നീറ്റായിട്ട് എഴുതുക നോട്ട് എഴുതുന്ന സമയത്ത്. 0 2. അടുത്തത് H2 ആണല്ലോ, അല്ല സോറി H0 എഴുതി നമ്മൾ. H1 എന്താണ്? 3 0 3 0 4 3 0 4. ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ. വി നീഡ് ടു ക്രിയേറ്റ് എ ബ്ലോക്ക് മെട്രിക്സ് യൂസിങ് ദ ഫസ്റ്റ് മെട്രിക്സ് എക്സ് ഓഫ് എം എൻ. ഇത് എഴുതിയല്ലോ അവർ. എഴുതിയോ? ഹർഷ എഴുതിയ? പാർവതി എഴുതിയ? പാർവതി അവിടെ ഇല്ലേ? അശ്വിൻ എഴുതിയോ? മനസ്സിലാവുന്നുണ്ടോ? ദീപ്തി എഴുതിയോ? ദീപ്തി ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ബ്ലോക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മളിനി ഇതിനെ എച്ച് ഓഫ് എം എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊരു കോളം വെക്ടർ ആക്കിയിട്ട് മാറ്റണം. എച്ച് ഓഫ് എം എൻ വിൽ ബി കൺവേർട്ടഡ് ആസ് എ കോളം വെക്ടർ. അപ്പോൾ കോളം വെക്ടർ ആയിട്ട് മാറ്റുന്ന സമയത്ത് എച്ച് ഓഫ് എം എന്നിനെ നമ്മൾ ഇങ്ങനെ എഴുതാം. അതായത് ഇങ്ങനെ എഴുതാം, കോളം വെക്ടർ ആയിട്ട് എഴുതാം. 5 6 7 8. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മറ്റേ എഴുതും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്ര റോ ഉണ്ട്? 9 റോസാണ് ഉള്ളത് അല്ലേ. 9 റോസും ഒരു കോളമുള്ള 9 റോസും ഒരു കോളമുള്ള മെട്രിക്സ് ആയാലും കിട്ടും. അതിന് നമ്മൾ വീണ്ടും മാറ്റി 3/3 മെട്രിക്സ് ആക്കി മാറ്റണം. അപ്പം കിട്ടുന്ന ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് പറ. ശ്രദ്ധിച്ച് ചെയ്യാൻ, തെറ്റിക്കാണ്ട് ചെയ്യാം. എഴുതുമ്പോൾ നീറ്റായിട്ട് എഴുതുക. റോങ് കോളമൊക്കെ കറക്റ്റ് നീറ്റായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഇതിൽ എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോകും.
ഓക്കെ, കിട്ടിയോ? ആൻസേഴ്സ് കിട്ടിയോ? അഭിജിത്ത് കിട്ടിയോ? കിട്ടിയോ? എന്തൊക്കെ കിട്ടിയോ പറഞ്ഞ? 5, 16 വരും. 12, 22, 60, 40, 21, 52, 32 ആണോ ലാസ്റ്റ് വന്ന്? 32. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇതിന് വി നീഡ് ടു കൺവേർട്ട് ആസ് എ എന്താണ് 3x3 മെട്രിക്സ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആയിട്ട് എഴുതുക. ഇതിന് എഴുതുന്ന സമയത്ത് ആദ്യത്തെ എലമെന്റ്സ് എല്ലാം ഫസ്റ്റ് റോ ആക്കിയിട്ട് എഴുതുക. ആദ്യത്തെ 3 എലമെന്റ്സ് ഫസ്റ്റ് റോ ആൻഡ് നെക്സ്റ്റ് 3 എലമെന്റ്സ് സെക്കൻഡ് റോ, അങ്ങനെ എഴുതുക. അപ്പോൾ അങ്ങനെ വരും 5, 16, 12 അല്ലേ. പിന്നെ 22, 60, 40, നെക്സ്റ്റ് 21, 52, 32. അപ്പോൾ 3x3 മെട്രിക്സ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിസൾട്ടൻ മെട്രിക്സ് അല്ലെങ്കിൽ 2D കൺവല്യൂട്ടഡ് മെട്രിക്സ് എന്ന് പറയും. മനസ്സിലായോ? അശ്വിത ക്ലിയർ ആണോ പറഞ്ഞത്? ഹരിത? മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ഈ സ്റ്റെപ്സ് ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 മെട്രിസസ് തരും അല്ലേ, എക്സ് ഓഫ് എം എന്നും എച്ച് ഓഫ് എം എന്നും അല്ലേ. എക്സ് ഓഫ് എം എന്നും എച്ച് ഓഫ് എം എന്നും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കുക, എത്രയാണ് അതിൻ്റെ സൈസ് എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ക്രിയേറ്റ് എ ബ്ലോക്ക് മെട്രിക്സ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ടേക്ക് സം സ്റ്റെപ്സ്. അപ്പോൾ അതിന് മുമ്പിൽ H0, H1 അല്ലെങ്കിൽ H2, H3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്നായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 റോ ഉള്ളത്, 2 റോ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 മെട്രിസസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നു അല്ലേ. H0, H1 എന്ന് പറഞ്ഞിട്ട് 2 മെട്രിസസ് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, H0 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എഴുതി, കോളം വൈസ് ആദ്യത്തെ റോനെ കോളം വൈസ് എഴുതി, പിന്നെ അതിലേക്ക് 0 അപ്പൻഡ് ചെയ്യണം. ആ 0 അപ്പൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് സീറോസ്, എത്ര സീറോസ് അപ്പൻഡ് ചെയ്യേണ്ടി വരും? എച്ച് ഓഫ് എം എന്നിലുള്ള നമ്പർ ഓഫ് കോളംസ് നോക്കുക. ശ്രദ്ധിക്കണം, എച്ച് ഓഫ് എം എന്നിലുള്ള നമ്പർ ഓഫ് കോളംസ് നോക്കുക. നമ്പർ ഓഫ് കോളംസ് -1, നമ്പർ ഓഫ് സീറോസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അപ്പൻഡ് ചെയ്യണം. സപ്പോസ് ഇവിടെ നിങ്ങൾക്കൊരു ഒരു കോളം ഒന്നേ ഉള്ളൂ എന്നായിരിക്കും, ഒരു 2/1 മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര സീറോസ് നിങ്ങൾ അപ്പൻഡ് ചെയ്യും? സപ്പോസ് ഇപ്പോൾ ഇവിടെ എച്ച് ഓഫ് എം എന്ന് ഞാൻ എഴുതിയത് ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം മെട്രിക്സ് 5, 7. അപ്പോൾ എത്ര സീറോസ് നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ടി വരും? അത്ര അപ്പൻഡ് ചെയ്യേണ്ടി പറ. 1 ആണോ? ഒറ്റ കോളല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ 1 - 0, 1 - 1 വരുമ്പോൾ 0 അല്ലേ വരുക അല്ലേ. അപ്പം 0, അതായത് 0 ഇവിടെ അപ്പൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ കേസിൽ എങ്ങനെ ആയിരിക്കും വരിക? നമ്മുടെ ഒന്നാമത്തെ H0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ 1, 2 എന്ന് എഴുതി നമ്മൾ 0 അപ്പൻഡ് ചെയ്യണ്ട. 0 അപ്പൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഷിഫ്റ്റ് ചെയ്യും വേണ്ട. എത്ര നമ്പർ ഓഫ് സീറോസ് അപ്പൻഡ് ചെയ്യുന്നുണ്ടോ അത്ര പ്രാവശ്യം നിങ്ങൾ അതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ 1 0 ആണ് നമ്മൾ അപ്പൻഡ് ചെയ്തത് അല്ലേ. നമ്മളിവിടെ എന്തായിരുന്നു? 1 0 അല്ലേ അപ്പൻഡ് ചെയ്തത്. ഇവിടെ 1 0 ആയിരുന്നു നമ്മൾ അപ്പൻഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈ കോളത്തിന് ഒരു പ്രാവശ്യം ഒരു ഷിഫ്റ്റ് കൊടുത്തു. ഇനി ഇവിടെ 2 0 അപ്പൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്പർ ഓഫ് കോളംസ് ഇവിടെ 3 ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം 2 0 അപ്പൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 2 പ്രാവശ്യം പിന്നെ എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത റോസ് കോളംസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ സീറോസ് അപ്പൻഡ് ചെയ്യുന്നില്ല, സോ വി ഡോണ്ട് നീഡ് ടു ഷിഫ്റ്റ് അല്ലേ. അവിടെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം H0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 1, 2 ആയിരിക്കും അല്ലേ. സിമിലർലി ഈ കേസിൽ H1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3, 4 എന്ന് മാത്രമേ ഉണ്ടാവും അല്ലേ. ഇത് വെച്ചിട്ട് വേണം നമ്മളിനി എന്ത് ചെയ്യാൻ? ഇതുണ്ടാക്കാം, ഏത് ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു സ്റ്റെപ്സ്? നിങ്ങൾ H0, H1 മെട്രിക്സസ് ഉണ്ടാക്കി. നൗ വി ആർ ഗോയിങ് ടു മേക്ക് എ ബ്ലോക്ക് മെട്രിക്സ്. വാട്ട് ഈസ് എ സ്റ്റെപ്പ് ബിഹൈൻഡ് ക്രിയേറ്റിംഗ് എ ബ്ലോക്ക് മെട്രിക്സ്? എങ്ങനെ ഉണ്ടാക്കും നമ്മൾ?
എച്ച് ഓഫ് എം എന്ന് പറഞ്ഞ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് നോക്കുക നിങ്ങൾ, അല്ല സോറി നമ്പർ ഓഫ് റോസ് നോക്കുക. ആ നമ്പർ ഓഫ് റോസ് -1 നമ്പർ ഓഫ് ബ്ലോക്ക് 0 മെട്രിസസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കേസിൽ ഇപ്പം ഇവിടെ പ്രോബ്ലത്തിൽ 2 കോളം റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2 -1 സെറ്റ് ഓഫ് മെട്രിസസ് നമ്മൾ എന്ത് ചെയ്ത് പാഡ് ചെയ്തു. ഇവിടെ കാണുന്നില്ല, നമ്മൾ ഈ മെട്രിക്സ് ഇവിടെ പാഡ് ചെയ്തു അല്ല. പിന്നെ അതിനെ ഒരു പ്രാവശ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതാണ് അടുത്ത റോ എന്ന് പറയുന്നത്, അടുത്ത കോളം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ല പറയുന്നത്? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത മെട്രിക്സ് എച്ച് ഓഫ് എം നിങ്ങളൊരു കോളം വെക്ടറാക്കിയിട്ട് മാറ്റി എഴുതി അതിനെ മൾട്ടിപ്ലൈ ചെയ്തു അതിന് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് 3 ആയിട്ട് റീഅറേഞ്ച് ചെയ്ത്. മനസ്സിലായോ? ഓക്കെ, പ്രോബ്ലം മനസ്സിലായിട്ട് അർച്ചിത മനസ്സിലായോ? സൗമ്യ ക്ലിയർ അല്ലേ? സർ ക്ലിയർ ആണ്. ഓക്കെ, ഇതാണ് 2D ലീനിയർ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നൗ നമ്മൾ പഠിക്കുന്നത് ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് 2D സർക്കുലർ കൺവല്യൂഷൻ. എങ്ങനെയാണ് സർക്കുലർ കൺവല്യൂഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, അതിൻ്റെ പ്രോബ്ലംസ്. ഇത് എക്സാമിന് ചോദിച്ചത് കുറവാണ്, പക്ഷേ ഇതിൻ്റെ നിങ്ങളെന്തായാലും പഠിച്ചു നോക്കുക ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ പഠിച്ച ടോപ്ലിറ്റ്സ് മെട്രിക്സ്, സർക്കുലർ മെട്രിക്സ്, ബ്ലോക്ക് മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ മെയിനായിട്ട് വരുന്നത് ഈ കൺവല്യൂഷനിലാണ്. അപ്പോൾ ഇത് നോക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്നത് സർക്കുലർ കൺവല്യൂഷനാണ്. സർക്കുലർ കൺവല്യൂഷൻ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 2 മെട്രിക്സസ് ഉണ്ട് അല്ല, നമുക്ക് 2 മെട്രിക്സ് ഉണ്ട്. സർക്കുലർ കൺവല്യൂഷനാണ് ചെയ്യുന്നത്. എക്സ് ഓഫ് എം എന്നും എച്ച് ഓഫ് എം എന്നും വി ഹാവ് 2 മെട്രിസസ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ H0 H1 എന്നൊക്കെ പറഞ്ഞ അടുത്ത മെട്രിസസ് നമ്മൾ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കണം, അതിന് മുമ്പിൽ ഈ മെട്രിസസ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ എക്സ് ഓഫ് എം എന്നിൽ ഉള്ള റോസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. റോസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പോൾ റോസിന് നമ്മൾ ഇപ്പം നേരത്തെ ഇപ്പം എക്സാമ്പിൾ ആയിട്ടിപ്പം എക്സ് ഓഫ് എം എൻ 7, 8, 9, 10, എച്ച് ഓഫ് എം എൻ 3, 4, 1, 2 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നേരത്തെ പോലെ H0 നമ്മൾ എഴുതി. H0 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ 7, 8 നമ്മൾ എഴുതി അല്ല. അപ്പം ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, സീറോസ് ആഡ് ചെയ്യണ്ട. ലീനിയർ ഓക്കെ, സർക്കുലർ കൺവല്യൂഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്നൽസിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? പറ. എന്തായിരിക്കും? കേൾക്കുന്നില്ലേ? എന്തായിരിക്കും സൗമ്യ സർക്കുലർ കൺവല്യൂഷന്റെ മാക്സിമം ഓഫ് ഏതാണോ? ശരി, മാക്സിമം ഓഫ് ഏതിന്റെ ലെങ്ത് ആണോ ഏറ്റവും കൂടുതൽ മാക്സിമം, ആ ലെങ്ത് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിലും ഇവിടെ മെട്രിക്സിന്റെ കേസിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഏത് മെട്രിക്സിന്റെ സൈസാണോ മാക്സിമം, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് ഏതാണോ മാക്സിമം, അത്രയും നമ്പർ ഓഫ് റോസ് ഉണ്ടാവും. നമ്പർ ഓഫ് കോളംസ് എത്രയാണോ ഉള്ളത്, മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയാണോ അത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം ജസ്റ്റ് എക്സാമ്പിൾ എടുത്തിട്ടുള്ള 2 2/2 ആണ്. അപ്പം ഔട്ട്പുട്ട് ലെങ്ത് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/2 മെട്രിക്സ് ആയിരിക്കും. സപ്പോസ് ഒരു മെട്രിക്സ് 3/3 ആണെങ്കിൽ ഔട്ട്പുട്ട് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്പോസ് സൈസ് ഓഫ് 1 മെട്രിക്സ് ഈസ് 3/3, അങ്ങനെയാണെങ്കിൽ മറ്റേതിൻ്റെ 2/2 ആണെങ്കിൽ എന്തായിരിക്കും വരിക? 3/3 ആയിരിക്കും അല്ലേ. അപ്പോൾ എത്രയാണ് നിങ്ങൾ നോക്കുക, എത്ര സൈസ് നോക്കുക, അത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2/2 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സീറോസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7, 8 ആദ്യത്തെ റോ നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ റോ എടുത്ത് എഴുതി 7, 8 എഴുതി.
ഓക്കെ 7 8 7. അപ്പോൾ നമ്മൾ സീറോസ് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട അല്ലേ. ഇപ്പോൾ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ നമ്മൾ ഒരു സീറോ ആഡ് ചെയ്യേണ്ടി വരും. 4 ആണെങ്കിൽ 2 സീറോ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ സീറോസ് ആഡ് ചെയ്യേണ്ട. പകരം ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന് ആഡ് ചെയ്തായത് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് ചെയ്തു, എന്തായിരിക്കും കിട്ടുക നമുക്ക്, 8 7 എന്ന് കിട്ടും അല്ലേ. ഇതേപോലെ H1 ഉണ്ടാക്കുക നിങ്ങൾ. H1 എങ്ങനെ ഉണ്ടാക്കുക, അടുത്ത റോ എടുത്ത് 9 10 9 10 10 9. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കുക. ബ്ലോക്ക് മെട്രിക്സിലും എ എന്ന് പറഞ്ഞ ബ്ലോക്ക് മെട്രിക്സ് ഉണ്ടാക്കി എന്താ, H0 H1. നമ്മൾ സീറോസ് ആഡ് ചെയ്യണോ, വേണ്ട, നമ്മൾ വി ഡോണ്ട് നീഡ് ടു ആഡ് സീറോസ് അല്ല. നമ്മൾ ലെങ്ത് ഈക്വൽ ആയിരിക്കും, അപ്പം സീറോസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, H0 H1 ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം, സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുക, H1 H0 എന്നുള്ളത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ പോലെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ മെട്രിക്സ് എടുത്ത് അതിനൊരു കോളം വെക്ടറാക്കി മാറ്റുക. അങ്ങനെയാണ് 3 4 1 2 കോളം വെക്ടറാക്കി മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് 2/2 എങ്ങനെയാണ് ഉണ്ടെങ്കിൽ അതിനെ 2/2 മെട്രിക്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യാനുള്ള ഔട്ട്പുട്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അശ്വിത ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം ചെയ്ത പ്രോബ്ലം ഇല്ല, എന്താണ് 1 2 എന്തായിരുന്നു പ്രോബ്ലം, 1 2 3 4 5 6 7 8 ഇല്ലേ, നമ്മൾ ലീനിയർ കൺവല്യൂഷൻ ഇപ്പം ചെയ്ത പ്രോബ്ലം. അത് നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സർക്കുലർ കൺവല്യൂഷൻ ചെയ്തിട്ട് വരിക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അഭിജിത്ത് ഓക്കെ അല്ലേ, സൗമ്യ ഓക്കെ അല്ലേ? നാളെ അത് ചെയ്തിട്ട് വരും. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ തന്ന എക്സാമ്പിൾ പോലെ തന്നെയാണ് അതുള്ളത്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് നിങ്ങൾ പറയണേ.